ഒരു ഡോക്ടറെ കണ്ടൊന്ന് ഉറപ്പുവരുത്താമായിരുന്നു. ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏതെങ്കിലും ഡോക്ടറെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യില്. അതെന്താ വേണ്ടെന്ന് വെച്ചതമ്മ? ഈ ഡോക്ടർക്ക് സ്വാമി നമശിവായ പിന്നെ നാണക്കെടുത്തി. ഈ ഡോക്ടർക്ക് ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒരു മനുഷ്യനെ വലിച്ചു കയറാൻ ആരോഗ്യമല്ല ഈ ലോകനാഥൻ കൈലാസനാണ് കേട്ടാ. പോയിന്റ്. അതുകൊണ്ട് നമുക്ക് സത്യമായിട്ട് ശിവനെ വിശ്വസിച്ച് എന്റെ ശിവനെ നമ്മള് ഞാൻ ധ്യാനം ഒരുപാട് മനസ്സിലാക്കി. അപ്പം മോൻ പറയുന്നത് സത്യം എന്ന് പറഞ്ഞാ ഈ ശ്വാസങ്ങളെല്ലാം എടുത്തെടുത്തെടുത്ത് ഈ ചമ്മനം കൂട്ടിയിരിക്കുന്ന വാക്ക് അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. എന്റെ ഭർത്താവ് ധ്യാനത്തിന് ഇരിക്കുമ്പോഴേ ഞാൻ ഒരുപാട് ധ്യാനം ശ്രമിക്കുന്നുണ്ട്. എനിക്കും കുറെയൊക്കെ ധ്യാനങ്ങളൊക്കെ അറിയാം. ഞാനും ഇരിക്കും, എന്റെ പോറ്റി ഇരിക്കും, ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്റെ കമ്പനി പോണ മോ ഇരിക്കും, എല്ലാരും ധ്യാനത്തിലിരിക്കും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. പക്ഷേ നമ്മൾ ഇരിക്കുമ്പോഴേ ഈ പത്മാസനത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ശ്വാസം പോവുകയോ നമ്മൾ സമാധിയാവുകയോ ചെയ്താൽ നമ്മൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലല്ലേ? അതെ അതെ, സമാധി ആയ ഇത് ഒരിക്കലും മറിയൂല. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. യഥാർത്ഥത്തിൽ സമാധി ഇരിപ്പ് ഈ നമ്മുടെ പാദങ്ങളെ ഇങ്ങനെ ഇത് അവര് ഇങ്ങനെ എത്രയോ ആധാരങ്ങള് ഇങ്ങനെ കടത്തി തട്ടായിട്ട് നമ്മളിപ്പോ ഒരു ബക്കറ്റിൽ വെള്ളം പിടിക്കുമ്പം ബക്കറ്റ് താന്നല്ലേ വെള്ളം ആദ്യം വെള്ളം നിറയ്ക്കണത്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് നിറയൂലല്ലോ. മനസ്സിലായി അമ്മ. ആർക്കറിയാം. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ.